വെള്ളിനേഴി ഒളപ്പമണ്ണപ്പടിയിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച സർക്കാർ കെട്ടിടം അധികൃതരുടെ അവഗണന മൂലം തകർന്നു വീഴാറായ നിലയിൽ. 1.5 പതിറ്റാണ്ട് മുൻപ് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച കെട്ടിടമാണ് കാടുമൂടിയും പൊട്ടിപ്പൊളിഞ്ഞും നശിക്കുന്നത്. ഒളപ്പമണ്ണ് നമ്പൂതിരിപ്പാട് മഹിളാ സമാജത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി വിട്ടുനൽകിയ സ്ഥലത്താണ് പിന്നീട് സാമൂഹ്യക്ഷേമ വകുപ്പ് പുതിയ കെട്ടിടം പണിതത്. എന്നാൽ നിർമ്മാണം പൂർത്തിയായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും കെട്ടിടം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയില്ല. പഞ്ചായത്തിലെ പഴയ ആരോഗ്യ സ്ഥാപനങ്ങളെല്ലാം പരിപാലനമില്ലാതെ നശിച്ചു പോയതായി നാട്ടുകാർ ആരോപിക്കുന്നു. നിലവിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള കോമ്പൗണ്ടിലാണ് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നത്. ജീർണാവസ്ഥയിലായ ഒളപ്പമണ്ണപ്പടിയിലെ കെട്ടിടം പൊളിച്ചു കളയാതെ അറ്റകുറ്റപ്പണികൾ നടത്തി ഹോമിയോ ഡിസ്പെൻസറി ഇവിടേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് CPI വെള്ളിനേഴി ലോക്കൽ സെക്രട്ടറി K ഹരിദാസ്, സുരേഷ് PV എന്നിവർ ആവശ്യപ്പെട്ടു. കെട്ടിടമാണ് പഞ്ചായത്തിൽ പോയി ഹോമിയോ പുതിയ തുടങ്ങണം വിചാരിച്ചിട്ടൊരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. അവിടെ ഇവിടെ നടത്തണം എന്നൊക്കെ തീരുമാനിച്ചിരുന്നു. അത് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. വെള്ളിനേഴിയിൽ നിന്ന് ഹോമിയോപ്പതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്തിലാണ്. ഈ ഭാഗത്താവാ വിചാരിച്ചപ്പോൾ ഒരു കുടിസുമുറിയിൽ പഞ്ചായത്തിൽ നടത്തണം. അതിവിടെ കൊടുന്ന് ചെയ്യാണെന്ന് ഇവിടെയുള്ള ആൾക്കാർക്കും കൂടി അല്ല, എല്ലാവർക്കും സൗകര്യമാണ്. അപ്പോൾ അത് ചെയ്യാറുന്ന അത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടേക്ക് കൊണ്ടുവരുന്നില്ല. ഈ വെള്ളിനേഴി അതൊന്നും പ്രാവർത്തികമാക്കണില്ല. അതാണ് അത് ലക്ഷങ്ങൾ വെറുതെ പൊടിച്ചു കളയുന്നതല്ലാണ്ട് വേറെ ഗുണങ്ങളൊന്നും കാണാനില്ല. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ആലങ്കുണ്ടിൽ രാധാകൃഷ്ണൻ, ലോക്കൽ സെക്രട്ടറി K ഹരിദാസ്, ബ്രാഞ്ച് സെക്രട്ടറി സ്വാമിനാഥൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ ലക്ഷം വീടുകളാണെങ്കിൽ ഡാർപ്പായ വലിച്ചു കെട്ടി, പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചു കെട്ടി പല രീതിയിലാണ് അവർ കഴിയുന്നത്. അതുപോലെ തന്നെ അറിയപ്പെടുന്ന കലാകാരന്മാരുടെ ഡാർപ്പായുടെ അടിയിലാണ് കഴിയുന്നത്. അപ്പോൾ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് ഇത്തരം സ്ഥാപനങ്ങൾ ഈ ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള പൈസ ദുർവിനിയോഗം ചെയ്യാതെ ഇത് അർഹതപ്പെട്ടവർക്ക് വേണ്ടി അനുവദിച്ചു കൊടുക്കണമെന്നാണ് CPI വെള്ളിനേഴി ലോക്കൽ കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത്. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ അതിശക്തമായ ജനകീയ പ്രക്ഷോഭം ഞങ്ങൾക്ക് സംഘടിപ്പിക്കേണ്ടി വരും. ഈ ഫണ്ട് ചെലവഴിച്ചത് ബുദ്ധി ഉറയ്ക്കാത്ത കുട്ടികളെ പോലെയാണ് ഈ ഫണ്ട് ചെലവഴിച്ചെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി ഈ കാടുകൾ വെട്ടിമാറ്റി ഈ സ്ഥാപനം അതിന് വേണ്ട, അത് മാത്രമല്ല ഒരു ബിൽഡിംഗ് നിയമപ്രകാരം ഒരു പാലിക്കാതെയാണ് സംശയത്തിൽ ഇത് കാണുമ്പോൾ ഇതിന്റെ പണിയിൽ തന്നെ പല അപാകതകളും കാണാണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് വരും കാലങ്ങളിൽ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ വിഷയം പരിഹരിച്ച് ഈ സ്ഥാപനം, അതുപോലെ തന്നെ ഹോമിയോ ഡിസ്പെൻസറി അവിടെ പഞ്ചായത്തിന്റെ ഉള്ളിൽ ആകെപ്പാടെ കുറച്ച് ഇടുങ്ങിയ സ്ഥലത്താണ് ഹോമിയോ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നത്. അത് ഇവിടേക്ക് കൊണ്ടുവരണം എന്ന് ചില ആലോചനകളൊക്കെ ഉണ്ടായതാണ്. അത് ചില തൽപര കക്ഷികളുടെ പിടിവലി കാരണമാണ് അതവിടെ പഞ്ചായത്തിൽ ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. ഹോമിയോ ഡിസ്പെൻസറി ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ തൊട്ടപ്പുറത്ത് ഒരു പാലം കടന്ന മലപ്പുറം ജില്ല, ആ ഭാഗത്തുള്ള ആളുകൾക്ക്, ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് മുഴുവൻ സൗകര്യപ്രദമാകുന്ന രീതിയിൽ ആ ഹോമിയോ ഡിസ്പെൻസറി ഇവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ എല്ലാ ജനങ്ങൾക്കും അതിന്റെ ഗുണം കിട്ടിയായിരുന്നു. അതിനെയൊക്കെയാണ് കാറ്റിൽ പറത്തിക്കൊണ്ട് ചില ആളുകളുടെ സമ്മർദ്ദം കൊണ്ടാണ് ഹോമിയോ ഇവിടുന്ന് പോയത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൽ ഇടപെട്ടുകൊണ്ട് ഒരു ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടില്ലെങ്കിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തും. അതിശക്തമായ ഒരു ജനകീയ പ്രക്ഷോഭം ഇളകി വരുന്നതും കൂടി ഇതിന്റെ ഭാഗമായി പറയാനുണ്ട്. CCN ചത്തല്ലൂർ.